ഓലക്കൊക്കെ ഇപ്പൊ വലിയ വിലയാ. പക്ഷെ നീ ഒന്നും തരണ്ട, വീട്ടിൽ വന്ന് വലിച്ചോണ്ട് പൊയ്ക്കോ. വലിയ ഉപകാരം. ചാർത്തിന്റെ കാര്യം പറയാൻ നാണമില്ലേ? ഇത് നാണിക്കാണ്ടിരിക്കുന്നു. ലോകത്ത് നടപ്പില്ലാത്തതാണോ? നീ വാ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ തല പുകയുന്നത് എന്തിനാ? ഞാനേ ഒരു ബുദ്ധി പറഞ്ഞു തരാം. എന്റെ ബുദ്ധി നിന്റെ കൈയിരിക്കട്ടെ. നിനക്ക് ബുദ്ധി പറഞ്ഞു തരാനല്ല അറിയാമോ, ഞാൻ ബുദ്ധി ചെയ്യാൻ പോവാ. കൊച്ചുമാരെ ചെന്നുകൊണ്ട് ഞാൻ പറയും, പിന്നെ ഞങ്ങളെ പെണ്ണിന്റെ കല്യാണം ഞങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കാം. പക്ഷെ ഈ പുഷ്കരന് അന്യ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്ത അവനെ ഇവിടുന്ന് അങ്ങ് അകറ്റണം. അത് കഴിഞ്ഞാൽ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്നതിന് ഞങ്ങൾ ഏറ്റവും പറയും. മുടിഞ്ഞു പോകാൻ ഇത് തന്നെയാ ഞാനും കണ്ട ബുദ്ധി. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും തന്ത ഒന്നായിരിക്കുമോ? ഒരു 100 മണി തൊണ്ട് വാങ്ങിച്ച് ആ പെണ്ണാണ് തല്ലാൻ പറ. അല്ലാതെ കാലിങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നവരെ തുള്ളി കളിക്കാന്ന് പറ. നിനക്കെന്തോ അസുഖം എന്ന് പറയുന്നത് കേട്ടല്ലോ. അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ നോക്കൂ. കല്യാണം ഇനി ഒന്ന് അടുത്തില്ലയോ? ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഇത് ഞാൻ ഊണമില്ല ഉറക്കവുമില്ല, ഇങ്ങനെ അങ്ങ് നടക്കുക. എന്റെ പാറു, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർക്കുമ്പം ഞങ്ങളുടെ ചങ്കാ തകരുന്നത് ഇല്ലയോ? വിശേഷിച്ച് ഞങ്ങൾ നിങ്ങളോട് സ്വീകരണം ചോദിച്ചെന്ന് പറഞ്ഞ് പുഷ്കരം വന്ന അന്ന് പോലെ ഗർഭിച്ചിരിക്കുക. അതെ, അത് തന്നെ ഞങ്ങളും ആലോചിക്കുന്നത്. 1000 രൂപ സ്വീകരണം തരാമെന്നും പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു. പക്ഷെ ഈ പെണ്ണിനെ പാറ്റാൻ ചെറുക്കൻ എന്താ ഒരു വഴി? ഇതെന്തോ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ചീരവലയല്ലയോ, അത് വിറ്റിട്ടെങ്കിലും അവനൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാമല്ലേ? എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതി. വെറുതെ എന്തിനാ നല്ലൊരു പെണ്ണിനെ പിടിച്ച് അന്തകൂപത്തിലാക്കുന്നത്? എന്നെ തല്ലി ഇവരൊന്നും ജീവിച്ചിട്ടില്ലല്ലോ കുഞ്ഞെ. അപ്പോ പുഷ്കരനിപ്പോ മരിച്ചു കാണുമല്ലേ? കഴിഞ്ഞല്ലേ? അപ്പോഴല്ലേ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അയാൾ എന്തിനാ നിങ്ങളെ തല്ലിയത്? ആ പപ്പുവിന്റെ മകൾ പെണ്ണാളിനോട് ഞാൻ ഒരു കളിതമാശ പറഞ്ഞു. പപ്പുവിന്റെ മകളോട് തമാശ പറയുന്നവരെയൊക്കെ പുഷ്കരൻ അടിക്കുമോ? അത് തന്നെയാണ് പാത്തിനറിയണത്. ഞാൻ പോയി അവനെ കൊല്ലും കുഞ്ഞെ. നിന്നെ തല്ലിയവരോട് നീ പകരം വീട്ടുന്ന എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പപ്പുവിന്റെ മകളോട് കളിതമാശ പറയരുത്. അല്ല, അങ്ങനെ കുഞ്ഞിന് വല്ല ആശയുണ്ടെങ്കിൽ പാത്ത് സഹായിക്കാമല്ലോ. ഒരു 10 രൂപ വേണമായിരുന്നു. എല്ലാം കുടിച്ചില്ല. നിന്റെ സഹായമൊന്നും വേണ്ട. ഇതാ 10-ന് 20 തരാം. അപ്പോ നിന്നെ തല്ലിയവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലല്ലോ? ഇല്ല കുഞ്ഞെ. മിടുക്കൻ മിടുക്കൻ. എടാ പാച്ചൻ, പാച്ചൻ പേടിപ്പിച്ചു അല്ലേ? ഞാൻ പാച്ചനെ പേടിപ്പിച്ചു. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ആണോ പെണ്ണോ? ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥയിലായി ഇപ്പോഴത്തെ ഇരിപ്പ്. ആണാവൂല്ലോ. അയ്യോ, എന്തൊരു ബഹളമായിരുന്നു. കല്യാണം ഇപ്പം നടത്തണോ, ഉടനെ നടത്തണോ, അമ്പലത്തിൽ കൊണ്ടുപോകണോ, 1000 ഉലുവ അങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? അമ്മേ, കിഴക്കേ പറമ്പിലെ മൂപ്പിന്ന് ഒരു 100 മണൽ പോലെ ചുമ്മാ തരാമെന്ന് പറഞ്ഞു. കല്യാണമൊക്കെ നടക്കാൻ പോവുകയല്ലേ, ഇവിടുന്ന് ഒരു ചാർത്ത് ഇങ്ങോട്ട് ഇറക്കി കെട്ടിയാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമായിരിക്കും. നീ ചാർത്തും കെട്ടി പൊറുക്കാനുള്ള തീരുമാനത്തിലാ. പപ്പുവിന്റെ പാറുവിന്റെ അഭിപ്രായം നിനക്കറിയാമോ? എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടി വെച്ചാൽ മതിയോ? അല്ല, അതും ആലോചിക്കേണ്ട കാര്യമാണ്. എന്താന്ന് ആലോചിക്കേണ്ട കാര്യം? എടി പിള്ളാളെ, നീ വീട്ടിലോട്ട് പോ. വീട്ടിലോട്ട് പോ. എടാ പുഷ്കര, ഞാൻ 3-4 ദിവസമായിട്ട് രായുമ്പതിലും തലയിൽ പുഴുത്ത പട്ടിയെ പോലെ ഈ ഓടി നടക്കുന്ന എന്തിനാണെന്ന് അതെന്റെ വിചാരം. ഇത്രയും നാള് ഞങ്ങൾ വിചാരിച്ചു പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ഇപ്പോഴാ മനസ്സിലായത് കല്യാണം മാറ്റിവെക്കാനുള്ള ഓട്ടമാണ്. പുഷ്കരനുണ്ടല്ലോ, എന്റെ മരുമോന്, അവനൊരു ജോലി ഉണ്ടാക്കാനാണ് ഞാൻ നടന്നത്.
കണ്ടോ പറഞ്ഞപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടോ. അവൻ ഈ ഊരൊക്കെ ചുറ്റി നടന്നല്ലോ. അതും തൂക്കിയിട്ടുണ്ട്. കുന്തം ഇതുപോലെ 16 എണ്ണം ഉണ്ട്. പല ദിനസില് ക്യാമറ കാണാൻ പോരാടൊരു മകന്റെ കയ്യില്. നീ അതോടെ കളസമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നേരത്തെ പറയാൻ പറ്റില്ല. അറിയാൻ സമ്മതിക്കണ്ടായ തോക്കിനകത്ത് കയറിയില്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ സ്ഥലം മുഴുവൻ മുതലാളിക്കുള്ളതാ. അതായത് നമസ്കാരം സാർ. നമസ്കാരം. ഇതാണ് മിസ്റ്റർ പുഷ്കരൻ. അതേക്ക് വന്നാട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലോ ഇത്രയും നല്ലത് ഈ കാണുന്നല്ല അവരുടെ സ്വന്തം സ്ഥലമാ. ചവിട്ടില്ലേ നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും മിസ്റ്റർ പുഷ്കരൻ. ഞാൻ പറഞ്ഞ ഉടനെ ഇരിക്കണം. പറഞ്ഞാൽ ഉടനെ മിസ്റ്റർ പുഷ്കരന് ക്യാമറയുമായി എത്ര വർഷത്തെ പരിചയമുണ്ട്? 6-7 വർഷത്തെ പരിചയമുണ്ട് സാർ. ഓഹോ. സാറ് ഞാനെടുത്ത സ്വിച്ചറൊന്നും കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കൊണ്ടുവരൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. കൺഗ്രാറ്റുലേഷൻ. പുഷ്കരൻ മൂവി ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളതായി പപ്പുച്ചേട്ടൻ പറഞ്ഞല്ലോ. നീ ഏതാണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ഞാന് ഡോക്യുമെന്ററി പടങ്ങൾ എടുക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു. പിന്നെന്താ അത് വേണ്ടെന്ന് വെച്ചത്? നഷ്ടമായതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടി. എനിക്ക് ഇതൊരു ഹോബിയാണ്. എന്റെ കയ്യിൽ പലതരത്തിലുള്ള ക്യാമറയുണ്ട്. അയ്യോ, ഒരുപാട്. ഇന്ന് വരെ ഇന്ത്യയിൽ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണം. കൊള്ളാം സാർ. എന്റെയും കൊച്ചുനാൾ മുതൽക്കുള്ള ആഗ്രഹം അതായിരുന്നു സാർ. ഒരു മൂവി ക്യാമറ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, എന്റെ കൊച്ചുനാളോട്ടുള്ള ആഗ്രഹമായിരുന്നു. അതങ്ങോട്ട് കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ആ മൂവി. വരൂ മിസ്റ്റർ പുഷ്കരൻ, വയനാടൻ കാടുകളിലെ ആദിവാസികളുടെ ജീവിതം പകർത്തിയാലോ? കൊള്ളാം സാർ, നല്ല ഐഡിയ. പക്ഷെ സാർ അവിടെ പോകുമ്പോ നല്ല ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അത് മുതലാളി തോക്കണ്ടെന്ന് പറഞ്ഞില്ലയോ? അതേപ്പറ്റിയൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ തയ്യാറായാൽ മതി. ഞാൻ തയ്യാറാണ് സാർ. തൽക്കാലം മാസം 300 രൂപ ശമ്പളം തരാം. വലിയ ഉപകാരം സാർ. ഒരു മാസത്തെ ശമ്പളം ഇരിക്കട്ടെ. താങ്ക് യു സാർ. പണി പറ്റി. ഇനി ആ പെണ്ണിന്റെ മനം മാറ്റിയെടുക്കുന്ന കാര്യം ഞാനേ. പുഷ്കരം പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഓ, ഇതിരിക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നീ എന്താ മറുപടിക്ക് കാക്ക പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് പെണ്ണാണ്.